സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനം മാത്രം. ഇടത് യൂണിയൻ പ്രവർത്തകരും നേതാക്കളും ഇഷ്ടക്കാരും ഉൾപ്പെട്ട ലിസ്റ്റിൽ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് വിമുഖത. ഒന്നോ രണ്ടോ തദ്ദേശ മേഖലയിൽ മാത്രം അന്വേഷണം നടത്തി വിവാദം ഒതുക്കി തീർക്കാനും വകുപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം അത് പ്രഹസനം മാത്രമാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. ഇടത് യൂണിയൻ പ്രവർത്തകരും നേതാക്കളും അവരുടെ ഇഷ്ടക്കാരും ഉൾപ്പെട്ട ലിസ്റ്റിൽ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് വിമുഖതയാണ്. ചിലർക്കെതിരെ മാത്രം നടപടിയെടുത്ത് വിവാദം ഒതുക്കി തീർക്കാൻ ഉള്ള ശ്രമവും നടക്കുന്നുണ്ടല്ലേ? കൃത്യമാണ് എങ്കിൽ കാരണം ഇതിൽ നടപടികൾ ഉണ്ടായാൽ ഒരുപാട് ഉദ്യോഗസ്ഥർ കുടുങ്ങേണ്ടി വരും, ഒരുപാട് നേതാക്കൾ കുടുങ്ങേണ്ടി വരും, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നവർ കുടുങ്ങേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് ഇടത് സർക്കാരിന് നടപടികളുമായി മുന്നോട്ട് പോകാൻ നിലവിലത്തെ സാഹചര്യത്തിൽ അത്രയ്ക്കങ്ങോട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ 1458 ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, സംസ്ഥാനത്ത് പലയിടത്തും അനർഹരായി ഈ പറയുന്ന രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് കൈപ്പറ്റുന്ന ആളുകളാണെങ്കിലും ശരി, ഇവർക്കെതിരേക്കുള്ള നടപടികൾക്ക് സർക്കാരിന് വലിയ പ്രതിസന്ധിയുണ്ട്. ഒന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ജീവനക്കാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ച് പിന്നീട് സ്ഥിരപ്പെട്ട കുറേ ആളുകളുണ്ട്. അതിൽ കൂടുതൽ ആളുകളും ഇടതുപക്ഷത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ CPM-ന്റെയോ അല്ലെങ്കിൽ ഇടത് സംഘടനകളുടെയൊക്കെ ലേബലിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ സ്ഥിരമായി ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള ജീവനക്കാരിൽ നല്ലൊരു ശതമാനവും CPM-ന്റെ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരെല്ലാം ഇടതുപക്ഷത്തിന്റെ സംഘടനാ പ്രവർത്തകരാണ്. ഇപ്പോൾ നമ്മൾ പ്രാദേശിക തലത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലൊക്കെ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം പട്ടികകളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഈ രീതിയിൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കാൻ, അതായത് അവർ അർഹരല്ല എന്ന് വ്യക്തമായിട്ടും ക്ഷേമ പെൻഷനുകൾ ലഭിക്കാൻ കാരണമായ സാഹചര്യത്തിൽ അതിൽ താഴേക്കിടയിലുള്ള പ്രാദേശിക പാർട്ടി നേതാക്കൾ അടക്കമുള്ളവരുടെ സ്വാധീനമുണ്ട്, വാർഡ് മെമ്പർമാരുടെയൊക്കെ സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-നെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ, പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഈ സാഹചര്യത്തിൽ വ്യാപകമായ കുറ്റമറ്റതായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിന് സർക്കാരിന് വലിയ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഈ 1458 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും. ഒറ്റയടിക്ക് ഈ ജീവനക്കാർക്കെതിരെ ഒരു വലിയ അന്വേഷണം പ്രഖ്യാപിച്ച് അവരെയൊക്കെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടികളിലേക്കൊന്നും സർക്കാർ പോവുകയില്ല. പ്രാഥമിക ഘട്ടമായി ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ചില തദ്ദേശ മേഖലകളിൽ ഈ വിവാദം ഏറ്റവും ശക്തമായിട്ടുള്ള ഇപ്പോൾ കോട്ടയ്ക്കൽ പോലെയുള്ള മേഖലകളിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു പുകമറ സൃഷ്ടിക്കും. അത് നാൾ നീണ്ടു നിൽക്കും. അതിനപ്പുറത്തേക്ക് കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം വരുമ്പോഴാണെങ്കിലും ശരി, ഒരു പ്രാഥമികമായ ഒരു പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ശക്തമായൊരു നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയവർ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുള്ളൊരു അപേക്ഷയൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത് തന്നെ അയഞ്ഞ സമീപനമായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതിന് അത് വ്യക്തമാക്കുന്നതായിരുന്നു. ശക്തമായ ഒരു പരിശോധന, ശക്തമായ ഒരു അന്വേഷണം ഈ ഉദ്യോഗസ്ഥരെ അടക്കം, പ്രത്യേകിച്ച് ഇവർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സർവീസിൽ തുടരുമ്പോൾ ക്ഷേമ പെൻഷൻ, പ്രത്യേകിച്ച് 60 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ ദുർബലരായ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട 1600 രൂപ എന്ന് പറയുന്ന ഈ തുച്ഛമായ ഒരു പെൻഷൻ, ആ പെൻഷൻ തുക കൃത്യമായി അവരിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിലും അനർഹരായിട്ടുള്ള ആളുകൾ കയറിപ്പറ്റി അത് പിടിച്ചുപറിക്കുന്ന ഒരു സാഹചര്യം, സർക്കാർ ഉദ്യോഗസ്ഥർ പോലും അതിന് കൂട്ടുനിൽക്കുകയും ആ പെൻഷൻ വാങ്ങിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്. അപ്പോൾ കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിന് ഒരു സാധ്യതയും കാണുന്നില്ല. ജീവനക്കാരെ സംരക്ഷിച്ചുകൊണ്ടല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചാൽ തൊഴിൽ സംഘടനകൾ, പ്രത്യേകിച്ച് CPM-ന്റെയൊക്കെ അസോസിയേഷൻ അടക്കമുള്ള NGO അസോസിയേഷനെ പോലെയുള്ള സംഘടനകളടക്കം കൃത്യമായ വിമർശനവുമായി സർക്കാരിനെതിരെ രംഗത്ത് വരും. ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ തെറ്റുകൾ ഉണ്ടെങ്കിലും വ്യാപകമായ അന്വേഷണം നടത്തി കൂടുതൽ ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് പോയാൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ബാധിക്കുമെന്നാണ്. പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനം മാത്രം ആവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ.